അപ്പൊ ഞങ്ങള് കഴിഞ്ഞ വീഡിയോന്റെ ഭാഗമായിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത്. ഇതില് നമ്മള് അവരുടെ എക്സ് എംപ്ലോയീസ് ഞങ്ങളെ കോൺടാക്ട് ചെയ്തിരുന്നു പറഞ്ഞല്ലോ. ഇത് ഒരാളെ വിളിച്ചത്, പക്ഷെ ഇതിൽ കുറേ പേര് പെട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇതേ അവസ്ഥയില്. ലൈക്ക് ആൾക്കാർ മുന്നോട്ട് വരാൻ വരെ പേടിക്കുന്നുണ്ട്. ഇയാൾ അത്രക്കും എന്തോ മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടോന്നും കൂടെ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരാം കേട്ടോ. ലൈക്ക് ഇത് ടുഗദർ എല്ലാവരോട് ചേർന്ന് നിൽക്കുമ്പോ ഇങ്ങനെ ഒരു ഫ്രോഡിനെ നീക്കം ചെയ്യാൻ പറ്റും. പിന്നെ ഇയാള് ഏതൊരു ടീമിലായിരുന്നു ഉള്ളത്? മഞ്ഞപ്പടയുടെ എന്തോ ഇതൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അയാള് പറഞ്ഞാണ് ഞങ്ങൾക്കത് അറിഞ്ഞുകൂടാ. അപ്പൊ ആ കുട്ടീനെ വിളിച്ചിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇപ്പൊ ലൈവായിട്ട് നമുക്ക് ഇയാളുടെ കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരു എക്സ് എംപ്ലോയി രണ്ടുപേരുണ്ട്. ഓക്കെ, ഇപ്പൊ നിലവിൽ അപ്പൊ അവരൊന്ന് വിളിച്ചു നോക്കാം. നമുക്ക് ഇപ്പൊ നല്ല ലൈവായിട്ട് കേൾക്കാലോ. എടാ, റെക്കോർഡ് ചെയ്യാണേ. ഓക്കെ പറഞ്ഞോ. ഇവൻ ഓഫർ ലെറ്ററിന്റെ കാര്യത്തിൽ എന്തോ തിരിമറി കാട്ടില്ല, അതൊന്ന് പറയാവോ? ഓക്കെ, ഇവൻ ഓഫർ ലെറ്റർ ഞങ്ങൾക്ക് അയച്ചിരുന്നു. അയച്ചതിന്റെ ഫസ്റ്റ് അയച്ചതിട്ട് പേര് തെറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ തിരുത്തി അയച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്യാം, മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ ലുലു മോളിൽ വന്നു ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് തന്നു. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ഓഫർ ലെറ്റർ സൈൻ ചെയ്തിട്ട് ഞങ്ങൾ ഫയലിൽ പിടിച്ചിരിക്കുക. അപ്പൊ എന്റെ സംസാരത്തിന്റെ ഇടയ്ക്ക് ഇവൻ പറഞ്ഞു, ഓക്കെ ഇവൻ അത് നമ്മൾ 2 കോപ്പിയാണ് ഓഫർ ലെറ്ററിൽ തരുന്നത്, ഒന്ന് എംപ്ലോയിക്കും ഒന്ന് എംപ്ലോയറിനും. ഇവൻ പറഞ്ഞു ഓഫർ ലെറ്റർ വെക്കാനായിട്ട് ഇവന് ഫയൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ തമാശക്ക് കളിച്ചിരിച്ചിട്ട് ഞങ്ങളുടെ ഫയൽ മേടിച്ചിട്ട് അവൻ പറഞ്ഞു, ഇത് ഞാൻ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോഴേക്കും ഫയൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഫയലും കൊണ്ട് പോയതാ. പിന്നെ അവനത് കൊണ്ടുവരില്ല. മീൻസ് ഞങ്ങളായാലും അപ്പൊ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് അവൻ വന്നിട്ട് ഓക്കെ എനിക്ക് ഇത് ഇടാനായിട്ട് ഫയൽ. അപ്പൊ ആ ഫയലിന്റെ അകത്ത് ഞങ്ങളുടെ വേറെ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഓഫർ ലെറ്റർ അടക്കം ഞങ്ങളുടെ വേറെ പേപ്പേഴ്സ് ഇരിക്കുന്നുണ്ട്. അത് യൂസർ പേപ്പേഴ്സ് അല്ല, പക്ഷെ ഞങ്ങളുടെ ബിലോങ്ങിങ്സ് അന്നത്തെ ഉണ്ടായിരുന്നു. ഇവനങ്ങനെ സംസാരിച്ചിട്ട് വേഗം ആ ഫയൽ മേടിച്ചിട്ട് അങ്ങ് പോയിട്ട് അവൻ പറഞ്ഞു ഞാൻ കൊണ്ട് തിരിച്ചു തന്നേക്കാം, കാരണം അവന് തിരിച്ചു ഇട്ടിട്ട് പോകാനായിട്ട് ഫയൽ ഇല്ലാത്തതുകൊണ്ട് അവൻ വേറെ എങ്ങോട്ടാ പോകുന്നത്, അപ്പൊ അത് കൈപ്പിടിക്കാൻ പറ്റത്തില്ല, ഫയൽ ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു. നമ്മളും എന്താ പറയാ അത്ര ഇതായിട്ടില്ല, കാരണം അവൻ നിൽക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് നിൽക്കുന്നത്. നമുക്കൊരു എന്താ പറയാ ക്ലയന്റ് എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളത് ഓക്കെ നെക്സ്റ്റ് ടൈം വന്നാൽ മതി, കാരണം ഇവന് എപ്പം നോക്കിയാലും ഈ മീറ്റിംഗ് വിളിക്കുന്നതിന് പരിധിയില്ല. ഇപ്പൊ ഞങ്ങളായാലും വർക്ക് ചെയ്തുകൊണ്ടാണ്, അതായത് വേറെ വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നത്. ഈ വർക്ക് കഴിഞ്ഞ് 7 മണിക്കൊക്കെ നമ്മൾ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവൻ മീറ്റിംഗ് വിളിക്കുന്നത്. ഈ മീറ്റിംഗ് വിളിക്കുന്ന രാത്രി മീറ്റിംഗ് വിളിക്കുന്നത്. ലുലുവിൽ മീറ്റിംഗ്, അവിടെ മീറ്റിംഗ്, ഇവിടെ മീറ്റിംഗ്, ഈ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെയാണ് മീറ്റിംഗ്. ഇയാളുടെ വീട്ടിലേക്കാണോ മീറ്റിംഗ് വിളിക്കുന്നത്? എങ്ങനെയാ? ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെ ഒരു ചേട്ടനും കൂടെ ഉണ്ടോ. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളെ ഗേൾസ് ഇതുവരെ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഞങ്ങളുടെ കൂടെ ഒരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. ആ ചേട്ടനെ കൊണ്ട് പോകാറുള്ളൂ. അല്ലാണ്ട് ഇടയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ മീറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഒഴിയും. അല്ലെങ്കിൽ ഞങ്ങൾ പറയും ഓക്കെ എന്നാ ആ ചേട്ടനെ വിട്ടേക്കാം എന്ന് പറയും. അപ്പൊ പുള്ളി പിന്നെ അതിന് വലിയ ഇനീഷ്യേറ്റ് അങ്ങ് ചെയ്യാറില്ല. അല്ലാതെ പിന്നെ പുള്ളി എന്താ മീറ്റിംഗ് വെക്കുന്നത് ലുലു മോള് അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ദൂരം എവിടെയെങ്കിലും സംസാരിക്കാം, അങ്ങനത്തെ രീതിയിലൊക്കെ. അതായത് അധികം ആൾക്കാർ പ്രത്യക്ഷമാകാത്ത പ്ലേസസിൽ പോയിട്ടാണ് ആള് മീറ്റിംഗ് ഒക്കെ വെക്കുന്നത്. കാരണം ഞാനും ഇങ്ങനെ പറ്റിച്ചാരെങ്കിലും അവിടെ കണ്ടുവച്ച് നിങ്ങൾ കണ്ട് പ്രശ്നമായാലോ എന്ന് എഴുതിയിട്ടായിരിക്കും അല്ലേ? ആയിരിക്കും. ആൾക്കാണെങ്കിൽ എപ്പോ നോക്കിയാലും കുറെ ഫോൺ കോൾസ് വരുന്നുണ്ട്. പക്ഷെ പുള്ളി ഞങ്ങളുടെ മുമ്പിൽ ഇതുവരെ എടുത്തിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. കുറെ ഫോൺ കോൾസ് വരുന്നുണ്ട്. പുള്ളി പറയുന്ന അത് ആ പ്രശ്നമാണ് ഈ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ഫുള്ള് പ്രശ്നമാണ്. അപ്പൊ മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നമാണ്. പക്ഷെ ഞങ്ങള് എന്താ പറയാ നമ്മള് അത്രയും ട്രസ്റ്റ് ചെയ്തിരുന്നു. കാരണം ആ ട്രസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു പുള്ളിയുടെ ബിഹേവിയർ ആയാലും ഇതായാലും എന്ത് കാര്യങ്ങളായാലും പുള്ളി അപ്രോച്ച് ചെയ്യുന്ന രീതി. ഇപ്പൊ നമ്മളായാലും പുള്ളിയുടെ പ്രൊഫൈല് കാണുമ്പോഴായാലും സംസാരിക്കുന്ന രീതി കാണുമ്പോഴായാലും പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നിട്ട് ഇത് ഇന്ന എംപ്ലോയി ആണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു തന്നെ ഉണ്ട്. പക്ഷെ അവരൊക്കെ നമ്മള് കൂടി വന്ന 2 പ്രാവശ്യം, അതിനപ്പുറത്തേക്ക് പിന്നെ അവരെ കാണുന്നില്ല. പിന്നെ അവരെ കാണാത്തതുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോഴേക്കും അയാൾ പറയുന്നത് എന്താണ്, അവരെന്തോ ലീവിന് പോയി, എന്തോ ഇഷ്യൂസ് ആയിട്ട് പോയി, അവർ റീജോയിൻ ചെയ്യും, അങ്ങനെയാ. പിന്നെ ആയാലും ആരെയും കൊണ്ടായാലും പേഴ്സണൽ കോണ്ടാക്ട് വെപ്പിക്കുന്നില്ല. ഈവൻ ആളുടെ പേഴ്സണൽ നമ്പർ ഒന്നല്ല ഞങ്ങക്ക് തന്നേക്കുന്നതും. പക്ഷെ ഇവര് ഈ കോണ്ടാക്ട് കീപ്പ് ചെയ്യാണ്ട് നിർത്തിയിട്ട് നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത് ലൈക്ക് അത് അവനൊരു തിരിച്ചടിയായിരിക്കും. കാരണം ഇത്ര ഫ്രോഡ് ഇത്ര ചെയ്തുകൊണ്ട് ഒരിക്കലും പിടിക്കപ്പെടൂല എന്ന് കരുതിയിട്ട് നമ്മളെ കുറെ പ്രാവശ്യം കാണിച്ചതാണ് ഇവൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇവനെ സംബന്ധിച്ച് നോക്കുമ്പോ. ഇയാൾക്ക് കുറെ നമ്പർ ഒക്കെ അല്ലേ ഉണ്ടോ? ഉണ്ട്, 2-3 ഫോൺ വെച്ചിട്ട് തോന്നുന്നു. ഫോൺ ഒരു സാധാ ഫോൺ, ഒരു കുഞ്ഞു ബേസ് ഫോൺ, എന്തൊക്കെയോ. പ്രൊഫഷണലി ഒരു ഫ്രോഡാണ് അപ്പൊ മൊത്തത്തില്. ലാസ്റ്റ് എന്താ പറഞ്ഞത് നിങ്ങളോട്? ലൈക്ക് നിങ്ങൾക്ക് സാലറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ചോദിച്ചപ്പോ?
ലാസ്റ്റ് ആക്ച്വലി ഞങ്ങൾക്ക് ശരിക്കും ലാസ്റ്റ് ഞങ്ങൾ പേയ്മെന്റ് ആരും പറഞ്ഞപ്പോ ആള് പറഞ്ഞു ആള് ഞങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അക്കൗണ്ട് ട്രാൻസ്ഫർ. അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു. പക്ഷെ ആ സ്ക്രീൻഷോട്ട് ആള് പറഞ്ഞത് പേയ്മെന്റ് അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് ആണെന്നാണ്. പക്ഷെ നമ്മൾ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്തിട്ട് നമ്മൾ വെക്കുന്ന ഒരു സ്ക്രീൻ ഇല്ലേ, അതിന്റെ സ്ക്രീൻഷോട്ടാണ് പുള്ളി അയച്ചു തന്നത്. പൈസ സെൻഡ് ചെയ്തതിന്റെ വെറുതെ എല്ലാം ഇങ്ങനെ അടിച്ച് റെഡിയാക്കി വെച്ചേക്കുന്നതിന്റെ അടിച്ചു വെക്കേണ്ട. അതാണ് എനിക്ക് തോന്നുന്നത് സ്ക്രീൻഷോട്ട് അയക്കുന്നത് ഒരു 12-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡേറ്റ് കിടക്കുന്നത് 16-ാം തീയതിയാണ്. പക്ഷെ നമ്മള് പെട്ടെന്ന് ആ സ്ക്രീൻഷോട്ട് കണ്ടതുകൊണ്ട് ആ ഡേറ്റ് ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞ് 14-ാം തീയതി ആയപ്പോ ഇവര് വിളിച്ച് ചോദിക്കുന്നുണ്ട് ജംഷിദ് ഇങ്ങനെ പേയ്മെന്റ് വന്നിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ആള് പറയുന്നത് അത് വരും ഓട്ടോ ഷെഡ്യൂൾ അയക്കുന്നതാന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഡൗട്ട് വന്നത്. ഞങ്ങൾ പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുമ്പോഴേക്കും അതിന്റെ അകത്ത് ഓൾറെഡി ഷെഡ്യൂൾഡ് ഡേറ്റ് 16-ന് ഇട്ടിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തപ്പോ പറയുന്നത് അത് ബാങ്കുകാര് ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. അതായത് അവൻ അവിടെ നിന്ന് പൈസ അയക്കുമ്പോഴേക്കും ബാങ്കുകാർ അത് ഓട്ടോ ഷെഡ്യൂൾ ചെയ്ത് ഒരു ഡേറ്റിൽ ഇട്ടിട്ട് നമുക്ക് തരുന്നതാണെന്ന്. ഞാൻ അവരുടെ ബാങ്ക് HDFC ബാങ്ക് ആയിരുന്നു. ഞാൻ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത കാര്യമാണ്. നമ്മളായാലും ഈ അക്കൗണ്ട് ട്രാൻസ്ഫറിന്റെ കാര്യം ഒന്നും അറിയാത്ത ആൾക്കാരൊന്നല്ലോ. അത് അങ്ങനെ വന്നു. എന്നിട്ടും നമ്മൾ ക്ഷമിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെക്ക് തന്നു. ചെക്കിന്റെയും ഇതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ചെക്ക് കൊണ്ടുവരും. അക്കൗണ്ടിലേക്ക് പൈസ വരും. 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തിരിച്ച് മെസ്സേജ് വരും. അക്കൗണ്ടിലേക്ക് പൈസ വരും എന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജ് വരും. പക്ഷെ ഞങ്ങൾ GPay നോക്കിയിട്ട് ബാലൻസ് കണ്ടിട്ടില്ല. മെസ്സേജ് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആയിരുന്നു. പക്ഷെ ഒരു 5 മിനിറ്റ് തന്നെ വരും. ഡ്രോയർ അവിടെ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു. ഇത് ഞങ്ങൾ 2 പ്രാവശ്യം ഇത് സെയിം ഉണ്ടായിട്ടും ബാങ്കിന് അപ്രോച്ച് ചെയ്തപ്പോ ബാങ്കുകാര് പറയുന്നത് അത് അവിടെ നിന്ന് വിഡ്രോ ചെയ്യുന്ന, മുഹമ്മദ് ജംഷിദ് തന്നെ അയച്ചുകൊണ്ട് അവൻ തന്നെ വിഡ്രോ ചെയ്യുന്നതാണ് ഈ പൈസ. അവൻ തന്നെ വിഡ്രോ ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ അവനോട് ചോദിക്കുമ്പോ അവൻ പറയുന്നത് അത് ബാങ്കിന്റെ എന്തെങ്കിലും ഇറർ ആണെന്നാണ്. ബാങ്കിന്റെ ഇറർ ആണെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞാലേ അത് ബാങ്കിന്റെ ഇറർ ആണ്. പക്ഷെ ഞങ്ങൾ 2 പ്രാവശ്യം പോയപ്പോഴും ഞങ്ങൾക്ക് അവരിന്ന് മറ്റേ നമ്മള് ഇത് ബൗൺസ് ആയതിന്റെ റിക്വസ്റ്റ് മെമ്മോ തരും, റിക്വസ്റ്റ് മെമ്മോ തരും. അതിന്റെ അകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വന്ന ടെക്സ്റ്റ് മെസ്സേജിൽ ഉൾപ്പെടെ ഉണ്ട് ഇത് ഡ്രോയർ പറഞ്ഞിട്ടാണ് ഇത് വിഡ്രോ ചെയ്തേക്കണെന്നുള്ളത്. പക്ഷെ ആളിതൊന്നും സമ്മതിക്കില്ല. പിന്നെ ആളുടെ കുറെ ബാങ്കിങ് മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകാര് പോലും കേൾക്കാത്ത കുറെ ബാങ്കിങ് മെത്തേഡാണ് ആള് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ എംപ്ലോയീസ് ആയ നിങ്ങളും ബാങ്കുകാരും പറയുന്നത് ശുദ്ധ നോണ. അവനാണ് സത്യം പറയുന്നത് അല്ലേ? അതാണ് സത്യം. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഞങ്ങൾ പേയ്മെന്റ് ചോദിച്ച ഡേറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഫാമിലിക്ക് ആക്സിഡന്റ് ഉണ്ടായി. എന്റെ അമ്മയ്ക്കും അനിയത്തിക്കും. ഞങ്ങൾ ഭയങ്കര വൃത്തിയായിട്ട് മോശം അത്ര വൃത്തിയായിട്ട് സ്റ്റേറ്റിലേക്കൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ടും അവനെ എപ്പോഴും വിളിക്കുന്നുണ്ട് പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞ. അപ്പൊ 2 ദിവസത്തിലിടാം, ഇപ്പൊ ഇടാം, നാളെ ഇടാം. ആ ടൈമിലാണ് ആ ചെക്കിങ് ഇഷ്യൂ എടുക്കുന്നത്. ആ സമയത്ത് വേറെ നിവൃത്തി ഇല്ലാഞ്ഞിട്ടും ഞങ്ങള് അപ്പോഴും ഈ ഹോസ്പിറ്റൽ കേസിന്റെ ഇടയിൽ ഈ ചെക്കിന്റെ ഇഷ്യൂ പോകുന്നുണ്ട്. അവനെ വിളിക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം വിളിക്കുന്നതെന്നറിയോ? ലാസ്റ്റൊക്കെ അവൻ ഞങ്ങളോട് ചൂടാവുക. അത് നിങ്ങൾ പോയിട്ടത് ശരിയാവത്തേന് ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് ഒരു ദിവസം എനിക്ക് 15,000 രൂപ അന്ന് അവൻ ഇട്ട് തന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ബാക്കി എമൗണ്ട് തരാം, ഒരു കാര്യം ചെയ്യ്, ചെക്ക് കൊണ്ടൊന്ന് റിട്ടേൺ ചെയ്യ്, എന്നിട്ട് ബാക്കി എമൗണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോഴെന്റെ കൂടെ ഉള്ളവർ പറയുന്നുണ്ട് ഈ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോകും, നമുക്ക് വേറെ എവിഡൻസിലാന്ന്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് എന്താ പറയാ, വേറെ ഒരു നിവൃത്തിയില്ല. കാരണം അത്രയ്ക്ക് അർജന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാ ചെക്ക് കൊടുത്താലെങ്കിൽ ആ പേയ്മെന്റ് ഇനീഷ്യേറ്റ് ചെയ്യുമല്ലോ എന്നുള്ള രീതിയിൽ ചെക്ക് കൊണ്ടേ കൊടുത്തു. അതായത് നിങ്ങൾ ഇത്ര വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കും, അത് യൂട്ടിലൈസ് ചെയ്ത് എന്നാലെങ്കിലും ഞാൻ തരാന്നുള്ള രീതിക്ക് ആ ചെക്ക് മേടിച്ചെടുത്ത് അവൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലേ? മേടിച്ചെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവനെ വിളിച്ചിട്ട് ഒരു കോൾ ഇല്ല, മെസ്സേജ് ഇല്ല, റിപ്ലൈ ഇല്ല. അവൻ എല്ലാത്തിനും സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഇട്ട പോസ്റ്റേഴ്സ് ഒക്കെ അവന്റെ പേജിൽ തന്നെ പിന്നെയും റീഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് കണ്ട് മെസ്സേജ് അയച്ചാൽ പോലും ആൾക്ക് ഒരു റിപ്ലൈ ഇല്ല. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് റിപ്ലൈ വരുന്നത് നിങ്ങൾ മറ്റേ വീഡിയോ ഇടാൻ പോവാന്ന് മറ്റേ ബ്രോഡ്കാസ്റ്റിൽ ഇട്ടല്ലോ, അത് കണ്ടിട്ടാണ് ഇരുന്നത്. അത് കണ്ടിട്ട് അവൻ പറയുന്നത് നിങ്ങളുടെ പേയ്മെന്റ് ഞാൻ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇരിക്കണായിരുന്നു, ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ വീഡിയോ ഇറക്കാൻ വേണ്ടി ഇരിക്കണേ, എന്നാൽ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ സെറ്റിൽ ചെയ്യാം. ആ രീതിയിലേക്ക് സംസാരിക്കുന്നത്. അതായത് ഇപ്പൊ ശരിക്കും മറ്റേ വലിയ മാന്യനായ പോലെ അവൻ തരാൻ വേണ്ടി ഇരിക്കണായിരുന്നു. പക്ഷെ ഞങ്ങൾ വീഡിയോന്റെ പുറകെ പോകുന്നത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ വീഡിയോ നമ്മള് ചെയ്യാൻ പോകുന്നോണ്ട് ഇവർക്ക് പൈസ കൊടുക്കൂലെന്നാണ് ഇപ്പോഴത്തെ പറച്ചിലല്ലേ? ഇത്രയും നാളുണ്ടായിട്ട് കൊടുത്തില്ല. ഇത്ര നാളുണ്ടായിട്ട് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ നിനക്ക് അവൻ പറയുന്നത് അവന്റെ കമ്പനിയൊക്കെ പൊട്ടി അതെന്തൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞു. ഓക്കെ നിന്റെ പൈസ ഉണ്ടായില്ല, മാന്യമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാലോ.
ഇന്ന റീസൺ കൊണ്ടാണ് പറയാത്ത. അപ്പൊ അവൻ പറയാം അത് അങ്ങനത്തെ സാഹചര്യങ്ങളായിരുന്നു, ആർക്കും കൊടുത്തിട്ടില്ല, ഒരു എംപ്ലോയീസിനും കൊടുത്തിട്ടില്ല. എന്റെ അറിവിൽ അവനൊരു എംപ്ലോയീസ് ഇല്ല. അവൻ പറയുന്നുണ്ട് അവിടെ എംപ്ലോയി ഉണ്ട്, ഇവിടെ എംപ്ലോയി ഉണ്ട്. ഞങ്ങൾ ഇതുവരെ ഇടയ്ക്ക് രണ്ടുപേരെ കൊണ്ടുവന്ന് കാണിക്കും. ഈ ഇവൻ പറയുന്ന എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നേരത്തെ, അതായത് എക്സ് എംപ്ലോയീസ് ആണ്. ഈ എക്സ് എംപ്ലോയീസിനൊക്കെ സെയിം കാര്യം തന്നെയാണ്, ഈ സാലറി ഇഷ്യൂ തന്നെയാണ് അവർക്കും ഉള്ളത്. അല്ല ഇവന് പൊട്ടിന്ന് പറയാനായിട്ട് ഇവനെന്താ മൊട്ട കമ്പനിയാണോ നടത്തുന്നത്? മൊട്ടയാണോ പൊട്ടിയത്? ഇവന് കമ്പനിയെ ഉണ്ടോന്നുള്ളതാണ് ഞങ്ങളുടെ ഡൗട്ട്. കമ്പനി അങ്ങനത്തെ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ആരോ പോയി അന്വേഷിച്ചപ്പോ ഇല്ലാന്നല്ലേ പറഞ്ഞേ? കമ്പനി അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, പക്ഷെ പൂട്ടി കിടക്കാണ്, പൂട്ടിപ്പിച്ചേക്കാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ട് അതിന്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നപ്പോ ഞങ്ങളുടെ കൂടെയുള്ള ആളോട് പറഞ്ഞപ്പോ ആള് വിളിച്ചു തന്നല്ലോ അപ്പൊ തന്നെ അവനെ. അപ്പോഴവൻ ഇങ്ങനെ എന്താ പറയാ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വീഡിയോ ഇറക്കുക, എന്നിട്ട് നിങ്ങളുടെ പേയ്മെന്റ് സെറ്റിൽ ചെയ്യാം, ആ രീതിയിലേക്കാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ വീഡിയോന്റെ കാര്യം വിട്, അല്ലെന്നുണ്ടെങ്കിൽ ഇയാള് പേയ്മെന്റ് സെറ്റിൽ ചെയ്യോ എന്ന് ചോദിക്കുന്നത്. അതൊന്നും ഒരു മറുപടി ഇല്ല. അതിനൊക്കെ അവൻ ഓക്കെ, ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ടോണ്ടിരിക്കാം, ഓക്കെ, ഒരു മറുപടി ഇല്ല. ഇന്നത്തെ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഇത്ര വലിയ മാന്യം വേറെ ഇല്ല, ആ രീതിയിലാണ് മെസ്സേജ് ചെയ്യുന്നത്. അവനോട് ഭീഷണിയായിട്ടുള്ള രീതിയിൽ അവർ പറയുന്നത് നിങ്ങൾ വീഡിയോ ഇടുക, എന്നിട്ട് ഞാൻ പേയ്മെന്റ് സെറ്റിൽ ചെയ്യാം. എന്നിട്ട് അവൻ വീഡിയോന്റെ മറ്റേ എന്താ ഗാദോ ഒരു വേർഡും പറഞ്ഞു എന്തോ, അതായത് ആഴം നോക്കിയിട്ട് അവൻ പേയ്മെന്റ് സെറ്റിൽ ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പൊ മുഹമ്മദ് ജംഷിദ് വീഡിയോ കാണുമെന്ന് ഞങ്ങൾക്ക് എന്തായാലും അറിയാം. എന്നാലും നിങ്ങൾ ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ പേയ്മെന്റ് കൊടുക്കണം. കാരണം പൂത്ത കാശുള്ളതുകൊണ്ട് പൊട്ടാത്ത മൊട്ട കമ്പനി ഇതുവരെ കൊടുക്കാത്ത ക്യാഷ് ഇനി വീഡിയോ ചെയ്തിട്ട് കൊടുക്കണം. ഞങ്ങക്ക് പ്രതീക്ഷയില്ല. അപ്പൊ നിങ്ങൾ കൊടുക്കൂന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് നോക്ക്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ആ കുട്ടി പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇത് ഒരു എംപ്ലോയി വന്ന് സംസാരിച്ചതിന്റെ അവസ്ഥയാണ് ഇത്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ കാണാൻ വന്ന സമയത്ത് ഇവന്റെ കൂടെ വേറൊരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ച് ആ ഒരു മുസ്ലിം കൊച്ചില്ലേ, എനിക്ക് ആ കൊച്ചിന്റെ പേര് ഓർമ്മയില്ല. ആ കുട്ടി ഇത് കാണണ്ട, കോതമംഗലം എന്തോ ഉള്ള സൈഡാണ് തോന്നുന്നത് ആ കൊച്ച്. അപ്പൊ ആ കുട്ടി വന്ന് ആ കൊച്ചും ഇവനും ഞാനും ഇവളും കൂടി ഇരുന്ന് സംസാരിക്കാം. അപ്പൊ ആ ടൈമില് ആ കൊച്ചിങ്ങനെ പറയാം, ആ കൊച്ചിങ്ങനെ സംസാരിച്ച് ട്യൂഷനൊക്കെ എടുക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ സംസാരിച്ച് വരുമ്പോ ഇങ്ങനെ പാഷനൊക്കെ എന്താണ്, പാഷൻ വേറെയാണ്. അപ്പൊ എന്നാ പിന്നെ ഞാൻ ചോദിച്ചു ആ കുട്ടീനോട്, എന്നാ പിന്നെ ഇവിടെ ജംഷിദിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പാഷൻ നോക്കിക്കൂടെ, അങ്ങനെ നോക്കിക്കൂടെ എന്ന് വെച്ചപ്പോ അയ്യോ അങ്ങനെ പറയല. എന്റെ കമ്പനിയിൽ ഞാൻ ഇവളിപ്പോ എടുത്താല് തന്നെ എനിക്ക് ഇരട്ടി സാലറി കൊടുക്കാൻ പറ്റും, ഇവളിപ്പോ ചെയ്യുന്ന വർക്കിനേക്കാളും സാലറി കൊടുക്കാൻ പറ്റും. അപ്പൊ കുട്ടി വാസ് ലൈക്ക് അതല്ലേ മോനെ, ആ കൊച്ചിന്റെ മുന്നിൽ വെച്ച് ഇരട്ടി സാലറി കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് അതിന് മുന്നേ എന്താ പറഞ്ഞ, ഞാൻ എന്റെ നിങ്ങളറിയോ, അതായത് അവൻ ഭയങ്കര ബുദ്ധിശാലിയാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഞാൻ എംപ്ലോയീസിനെ ഇങ്ങനെ ഹയർ ചെയ്തുകൊണ്ട് ഞാൻ എംപ്ലോയീസിനെ ഹയർ ചെയ്തുകൊണ്ട് ഞാൻ ഭയങ്കര തുച്ഛ ശമ്പളം കൊടുക്കും. ഓർമ്മയുണ്ടോ അവന്? തുച്ഛ ശമ്പളം കൊടുത്തിട്ട് ഞാൻ പട്ടിപ്പണി എടുപ്പിക്കും, എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു മൈൻഡിൽ ഞങ്ങളോട്, മൈൻഡല്ല അത് തന്നെ ഞങ്ങളോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി ഈ അവൻ എന്താ പറയാ, ഈ ഞങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചാനൽ ഇട്ടതും അതല്ലാതെ പോസ്റ്റ് ഇട്ടതിന് ശേഷം അവന്റെ കൂടെ ഇപ്പോഴും ഗേൾസ് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം ഈ കുട്ടീനോടൊക്കെ ഇപ്പൊ പുതിയതായിട്ട് ഹയർ ചെയ്യപ്പെട്ട 2 കുട്ടികളെയൊക്കെ അവന്റെ കൂടെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞതാണ്. അവനോട് പറഞ്ഞത് ആദിലെ നൂറയും അവനുമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, ഇതാണ് പ്രശ്നം. ഫ്രോഡിനെ പിടിക്കപ്പെട്ടു, ലൈക്ക് ഞങ്ങൾ പിടിച്ചു, അതാണ് പ്രശ്നം. ഞങ്ങൾ പിടിച്ചു, അയാൾക്ക് മനസ്സിലായി, ഞങ്ങൾക്കും മനസ്സിലായി അയാൾ ഒരു ഫ്രോഡാണെന്ന്. പക്ഷെ ഞങ്ങളെ പറ്റിയിട്ട് കവറപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ പറ്റിയിട്ട് മോശമായിട്ട് വേറെ ആൾക്കാരോട് പറയാം, ഞങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് അവിടുന്ന് അയാളായിട്ട് ആ ഒരു ഇത് നമുക്ക് എന്തോ ഒരു ദേഷ്യം ഉണ്ട് അവനോട്. അവൻ എന്തോ ചെയ്തതിൽ ശരിക്കും അവന്റെ കുറ്റമല്ല, ഏതോ ഒരു ഏജൻസിയാന്ന് പഠിച്ചോന്നറിയാം, ഏതോ ഒരു ഏജൻസിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അതിന്റെ ദേഷ്യമാണ് നൂറെ അതിലും കൂടെ ജംഷിദിന്റെ ഇത് മേത്ത് കാണിക്കുന്നതല്ല, അത് വേറെ ഒന്നുമില്ല. ഞാൻ ഭയങ്കര ജെനുവിനാണ്, ഞാൻ മൊട്ട കമ്പനിയിലാണ്, പൊട്ടാത്ത കമ്പനിയിലാണെന്നൊക്കെയാണ് പറയുന്നത്. ഒരു കോമഡി എന്താ വെച്ചാൽ ഐശ്വര്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടീനോട് ലൈക്ക് ഇയാളുടെ ഈ ബ്രാൻഡിങ് ഈ സംഭവം ബിസിനസ്സിൽ ഞങ്ങളില്ലാന്ന് ഞങ്ങൾ ഓപ്പൺലി പറഞ്ഞു, ഞങ്ങളില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ ഐശ്വര്യ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇയാളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ആദിലെ നൂറ ഇല്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഇയാള് പറയാണ് ഞങ്ങൾക്ക് ആ കുട്ടീനോട് അസൂയയായിട്ട് മാറി നിന്നതാണെന്ന്. അതായത് ഞങ്ങൾക്ക് ആ കൊച്ചിനെ ആ ഒരു ബിസിനസ്സിലോട്ട് എടുത്തതിന് ഞങ്ങൾക്ക് അസൂയാണെന്ന്. ഓക്കെ, അല്ലാണ്ട് അയാളെ തട്ടിപ്പ് കൊണ്ടല്ല. അവന്റെ തട്ടിപ്പും വെട്ടിപ്പും അവന്റെ എന്തെന്നാ ഒരുമാതിരി ഫ്രോഡ് പരിപാടിയും കൊണ്ടാണ് അവര് വിട്ടു നിന്നത്. അവർക്ക് എന്റെ കള്ളങ്ങൾ മനസ്സിലായ ഐശ്വര്യ, അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഇല്ലാന്ന് പറഞ്ഞതെന്ന് ആരെങ്കിലും പറയോ? ഇവന്റെ വിചാരം ഞങ്ങൾ ഐശ്വര്യനെ കോണ്ടാക്ട് ചെയ്യൂലെന്നും ആദിലയും നൂറയും ഐശ്വര്യം സംസാരിക്കൂലെന്നൊക്കെയാണ്. സംസാരിച്ചപ്പോഴാണ് പറയുന്നത് നമ്മളോട്, ഓ ഇതാർന്നല്ലേ മാറ്റർ, ഞാൻ നിങ്ങളെ പോസ്റ്റ് കണ്ട്, അപ്പൊ ഇവൻ എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, അതാണ്
അങ്ങനെയൊക്കെ ലൈക്ക് ആ കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്ന ഉള്ള രീതിയിലായി പോയി. ലൈക്ക് അങ്ങനെയാണ് അവിടെ പ്രസന്റ് ചെയ്തത്. അപ്പൊ ഞങ്ങളും എന്ത് അങ്ങനെ ഒരു ഇതിലാണ് ഇതാക്കുന്നത്. അപ്പൊ ഇനി കാണുന്ന ആൾക്കാര് ഇത് എന്താ പറയാ, ഇത് വെറുതെ ഞങ്ങളൊരു ദേഷ്യപ്പുറത്ത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, ദേഷ്യപ്പുറത്ത് ചെയ്തിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ടാണ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെ പറയുന്നത് ഇത്ര പേര് ലൈക്ക് ഇനിയും വരും ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കുക. ഞങ്ങൾ തന്നെ കുറേ പേര് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ബേസിലാണ് ഞങ്ങൾ തന്നെ ഈ വീഡിയോ ഇടേണ്ടി വരുന്നത്. കാരണം അത്രക്കും ആൾക്കാരെ ഞങ്ങളെ പേരും വെച്ചിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എംപ്ലോയീസ് ആവട്ടെ, മറ്റെന്താവട്ടെ, പാക്കേജിന്റെ കാര്യമാവട്ടെ, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് മിസ്യൂസ് ചെയ്യുന്നത്. അതായത് ഞങ്ങളെ ഇത് വെച്ചിട്ട് ഞങ്ങളായിട്ട് എന്നിട്ട് അവന് കുറെ വർഷമായിട്ടുള്ള ബന്ധമാണ്, നേരെ മുള്ളിപ്പ് തെറിച്ചിട്ടുള്ള ബന്ധമായിട്ടാണ്. ആ ഒരു പാക്കേജിന്റെ ഇതിൽ വന്ന ബന്ധമാണ്. അതിന് ഭയങ്കര ഫ്രണ്ട്സ് ആണ്, മാങ്ങയാണ് തേങ്ങയാണ് ചേനയാണ്. ട്രസ്റ്റ് ഗെയിൻ ചെയ്യണ്ടേ, അങ്ങനെയല്ലേ കള്ളന്മാർക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ പെൺകുട്ടികളെ ശ്രദ്ധിക്കുക, ഇയാളെ കൂടെ ഫ്ലാറ്റിൽ പോയി നിൽക്കുക, അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യരുത്. കാരണം വൻ ഫ്രോഡാണ്. എന്തൊക്കെ സൂക്ഷിക്കണം, വൻ ഫ്രോഡാണ്. ഇയാൾ എന്തൊക്കെയാണ് ഇയാളെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും നമുക്ക് അറിയൂല. സോ നിങ്ങളെല്ലാവരും ബി അവെയർ ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. പിന്നെ ഒരു ടീം വീട്ടിൽ പോയപ്പോ ഫാദർ ഡിസോൺ ചെയ്ത് ആകെ കോണ്ടാക്ട് ഉള്ളത് ഉമ്മാക്കും പെങ്ങൾക്കും ആണെന്നാ പറഞ്ഞത് അല്ലേ? അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്നെ എഴുതി തള്ളിയത് അങ്ങനത്തെ ഉള്ള രീതിക്കൊക്കെ ടോക്ക് വന്നത്. എന്തായാലും ഈ വീഡിയോ കണ്ടേണ്ടി എംപ്ലോയീസിന് പൈസ കൊടുക്കുമെന്ന് പറഞ്ഞല്ല. അതിന്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, ഇവന്തോ അതൊരു ഭീഷണിയാണെങ്കിലും കൂടിയിട്ട് മുഹമ്മദ് ജംഷിദിന് അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിങ്ങൾക്ക് ഒന്ന് കൊടുക്കുക. കാരണം അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഈ ഫ്രോഡും കാര്യങ്ങളും ചെയ്ത് ജീവിക്കാൻ, നല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്, അത്രേ പറയാനുള്ളൂ. പിന്നെ പെൺകുട്ടികള് ഇങ്ങനത്തെ ആൾക്കാരെ ഇതിൽ പോയി പെടാണ്ടിരിക്കുക, കാരണം ഇയാൾ മിസ്യൂസ് ചെയ്യും. പിന്നെ നമ്മളോട് ഒരു കാര്യം ഇവിടെ ചോദിച്ചത് ഓർമ്മയുണ്ട? ഞങ്ങളോട് ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് 15 രൂപ ഉണ്ടാ, 15,000 ഉണ്ട്, അതുണ്ടാ ഇതുണ്ടാന്ന് ചോദിക്കും. എന്തിനാ വെച്ചതേ? അത് പെൺകുട്ടികൾക്ക്, ഗേൾസിന്, ലേഡീസിന് മാത്രം പറ്റുന്ന ഒരു ഇതാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് ഇന്നിട്ടാ 3 ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡബിൾ കിട്ടും. 15 എത്രയാണോ 15 + 15 30 30 കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് ഇല്ലില്ല, ഞങ്ങൾ 2-3 വട്ടം അതിന് കോണ്ടാക്ട് ചെയ്ത്. ഈ സെയിം സംഭവം തന്നെ ഇവര് എല്ലാരോടും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ ആലോചിക്കുക, എന്തൊരു ഫ്രോഡാണ്. ഏത് രീതിയിലൊക്കെ കള്ളത്തരം ചെയ്ത് ജീവിക്കാൻ പറ്റുമോ അങ്ങനെയാണ് ജീവിക്കുന്നത്. പിന്നെ നമ്മുടെ പോസ്റ്റ് ഇട്ടതിന് ശേഷം ജില്ലു വന്ന് പറഞ്ഞ എന്തോന്നാ, ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്, ഓക്കെ, സൗദിയിലാണോള്. അപ്പൊ ഞങ്ങളൊരു ഫ്രണ്ട് വന്ന് പറഞ്ഞ്, ഇയാളെ എനിക്കറിയാലോ, ഇയാള് അവിടുന്ന് എന്താണ് ആരാ അവളെ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കടയിൽ ഇവൻ ജോലി ചെയ്തിരുന്നതാണ്. അവിടെ നിന്ന് ഇറക്കി വിടുകയോ ഇറങ്ങി പോരേണ്ടി വന്ന അവസ്ഥ വരികയോ പിടിച്ചിടുകയോ ചെയ്തതാണ്. എന്നിട്ട് അവിടെയുള്ള എളാപ്പ പറഞ്ഞത്ര ഇവന് ആരും ഒരു നയാ പൈസ കൊടുത്തു പോരുത്, കള്ളനാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഗതി കൂടെ ഉണ്ടായിട്ടുണ്ട്. അവള് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾക്കറിയില്ല, അവള് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞു, അവിടുന്ന് പിരിച്ചു വിട്ടതാണ്. അപ്പൊ എല്ലായിടത്തിലും തട്ടിപ്പും കാര്യങ്ങളും ചെയ്ത് നടക്കുന്ന മുഹമ്മദ് ജംഷിദിന് ഇപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ വരുമ്പം ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും. കാരണം ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ ആൾക്കാർ വരുന്നത്. ഇത്രയും നാള് നമ്മളിങ്ങനെ ഒളിച്ചും പാത്തും തട്ടിപ്പുകൾ ചെയ്തിട്ട് ആൾക്കാരെ പറ്റിച്ച് ജീവിച്ചു. മോനി ഒളിച്ചും പാത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവനൊരു പാരഗണിയെ പോക്കുണ്ട്. പാരഗണില് ആരും ഇല്ലാത്ത ഏറ്റവും മേളത്തെ ഫ്ലോറില് സൈഡത്തെ ലിഫ്റ്റിൽ കയറി ഇങ്ങനെ പമ്മി ഒരു പോക്കാണ്. അത് ഇവരും പറഞ്ഞു, ഈ എംപ്ലോയീസിനെ ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നു. ആൾക്കാരില്ലാത്ത ഇടത്ത് പോയിട്ട് പമ്മിയിരിക്കും, അതിൽ കൂടെ സഞ്ചരിക്കുള്ളൂ. ലൈക്ക് അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് അന്ന് മറ്റേ ഞങ്ങൾ പറഞ്ഞല്ലോ പാർട്ട്ണറിൽ പറഞ്ഞിട്ടുണ്ട്, കോളേജിലെ പിള്ളേര് ഷർട്ടിന്റെ കോളർ ഏർപ്പിടിച്ചത്. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാലോ പിന്നെ മൂഞ്ചുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആണ് സംഗതി മൊത്തത്തിൽ. ഇതിപ്പോ പറയുകയാണെങ്കിൽ കുറെ സീരിയസ് ആയിട്ട് പറയാനുണ്ടാവും. ഇനി ഇങ്ങനത്തെ ഒരാളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഞങ്ങൾക്ക് പേടിയുണ്ട്, ഞങ്ങളെ പേര് വെച്ചെങ്ങാൻ വേറെ ആൾക്കാരെ പോയി എന്തെങ്കിലും വേണ്ടാത്തരം പറഞ്ഞെങ്ങാൻ ഓലെ ട്രസ്റ്റ് ഗെയിൻ ചെയ്തൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പിന്നെ മെയിൻ ആയിട്ടുള്ള സംഗതി, അവന്റെ കൂട്ടല്ല നമ്മൾ ആര് പൈസ ഉണ്ടാക്കുന്നത്, അധ്വാനിച്ചാണ് പൈസ ഉണ്ടാക്കുന്നത്. ടൈമും എഫേർട്ടും വേർപ്പും ഇത് കൊടുത്ത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ വാ ഞാൻ പാക്കേജിന് കൊണ്ടുപോവാ, പൈസ 80,000 1.5 ലക്ഷം ഇട്, അയ്യോ അടുത്ത ദിവസം അടുത്ത ദിവസം ഫ്ലൈറ്റ് ക്യാൻസൽ ആയി, ഞാൻ റീഫണ്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ ചെക്കാണെങ്കിൽ പേപ്പർ ബോട്ട് പോലും ഇതാവൂല. എന്റെ പൊന്നോ, ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ആര് ഈ ഒരു വ്യക്തി ഇയാൾ മുഹമ്മദ് ജംഷിദ് വന്ന് അപ്രോച്ച് ചെയ്ത് എന്തെങ്കിലും ഡബിളിങ്ങോ പാക്കേജിന്റെ കാര്യമോ പറഞ്ഞ് വന്നാൽ ആ ഭാഗത്തേക്ക് പോവരുത്, പക്ക ഫ്രോഡ്. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിങ്ങനെ അയാൾ കുറച്ച് ദിവസം വേറെ എട്ടെങ്കിലും മാറി നിൽക്കും. ഇത് കഴിഞ്ഞൊന്ന് ചൂട് തണഞ്ഞിങ്ങനെ വന്നേക്കാന്ന് കരുതാം, ഇനിയും പറ്റിക്കാൻ. പക്ഷെ ആരും വിശ്വസിക്കരുത്, ഇയാളെ വാക്കിൽ വീണ് പോകരുത്, വൻ ഫ്രോഡ്. ശ്രദ്ധിക്കുക.